നീ നായികോടെ ചോദിക്കാനുള്ളത് ഈ ഡയലോഗ് കാണാതെ പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് പ്രോംപ്റ്റിംഗ് ആണോ? ഡയലോഗ്സ് ഒന്നും കാണാതെ പഠിച്ചിട്ടില്ല, പ്രോംപ്റ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് സംഭാഷണങ്ങൾ എനിക്കില്ല, കുറച്ച് ആക്ഷൻസിലൂടെ മാത്രം, അങ്ങനെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നു. കാരണം ക്യാരക്ടർ അതാണ്, ഫിലിം കണ്ടത് ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് ഓവർ ഡയലോഗ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ല, ഞാനല്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. കാരണം മലപ്പുറം സ്ലാങ് ആയിരിക്കണമല്ലോ, അത് കുറച്ച് ടഫ് അല്ലേ, അതുകൊണ്ടാണല്ലേ. നീ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? സിനിമ നിങ്ങളെ 2 മണിക്കൂർ എന്റർടൈൻ ചെയ്യിക്കും, ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്. റീലിലൊന്നും അധികം ആക്റ്റീവല്ലെന്ന് തോന്നുന്നില്ലേ? ഫേസ് അത്ര ഇല്ല, ആവശ്യത്തിനല്ലേ. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ എന്താ പറയാ, മലയാള സിനിമയിൽ ഒരുപാട് പേര് എന്താ പറയാ പല പല പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ന്യൂ ഫേസ് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിലേക്ക് ഇപ്പോൾ താങ്കൾ എന്താ പറയാനുള്ളത്? ഒരു നടിയെന്ന നിലയ്ക്ക് അഭിനയം എങ്ങനെ ആൾക്കാരെ വിലയിരുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് തരുന്ന കഥാപാത്രത്തെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുക, അത് എന്തായാലും ഡയറക്ടർ നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യും എങ്ങനെ ചെയ്യണം എന്നുള്ളത്, അത് അതുപോലെ ചെയ്യാന്നുള്ളതാണ്. ബാക്കി വിലയിരുത്തുന്നതൊക്കെ ഓഡിയൻസ് അല്ലേ. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപാട് പേര് സിനിമയെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേര് ഓഡീഷന് പോയിട്ടൊക്കെ കിട്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുമായിട്ടൊരു ചോദ്യമല്ല, എന്നാലും ഞാനൊരു പൊതുവെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? ആക്ടിങ് ഇംപ്രൂവൈസ് ചെയ്തൊരു ഹീറോ ആകാൻ ശ്രമിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരോട് അവരോടിപ്പോ ഞാൻ എന്ത് പറയുന്നത് വെച്ചാൽ, ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിപ്പോ ഇതുവരേക്കും ഞാനൊരു നോൺ ആർട്ടിസ്റ്റ് അല്ല. അതായത് ഒരു കൂട്ടത്തിനിടയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ എന്നെ ഐഡന്റിഫൈ ചെയ്യാറില്ല. അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റേജിലോട്ട് എത്തണം. സിനിമയെ ബാധിക്കുന്നുണ്ടല്ലോ. അതിപ്പോ സിനിമ നല്ലതാണെങ്കിൽ നല്ലതായിട്ട് തന്നെ പറയും, ചീത്തയാണെങ്കിൽ ചീത്തതായി പറയട്ടും, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. റിവ്യൂസ് ബാൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്, അതിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബാൻ ചെയ്യലൊന്നും എന്തായാലും നടക്കത്തില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഒരിക്കലും വിലക്കാൻ പറ്റില്ലെന്നാണ് കോടതി നടക്കത്തില്ല. ഇതിലേക്ക് വരുമ്പോ ഈ കഥ ചേട്ടൻ വായിച്ചാണോ പടം ചെയ്തത്? എങ്ങനെ ഉണ്ടായിരുന്നു കഥ വായിച്ചപ്പോൾ? കഥ വായിച്ചപ്പോ അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് സിനിമ ചെയ്തത്. ഒരു സിനിമ ഞാൻ ചെയ്യുന്നത്, അപ്പൊ നമ്മള് ട്രൈ ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ താങ്കളിപ്പോ സിനിമകൾ ചെയ്തോണ്ടിരിക്കുന്നു, ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ സീരിയലിലേക്കൊക്കെ വിളിച്ചാല് പോകുമില്ലേ? ഷോർട്ട് ഫിലിംസ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ സാധാരണ ഈ സിനിമ നടന്മാര് പൊതുവെ ഷോർട്ട് ഫിലിംസിൽ അങ്ങനെ ആക്റ്റീവ് അല്ല. ആര് പറഞ്ഞു? അജു വർഗീസ് ഒക്കെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്യാറുണ്ട്. അവർക്കൊക്കെ നല്ല സ്റ്റോറി കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ അവർ ചെയ്യാൻ ഭയങ്കര നമ്മളെ വലിയ രീതിയിലല്ലേ പറഞ്ഞ, ചെറിയ രീതിയിലുള്ള യൂട്യൂബ് ഷോർട്ട് സൈന പ്ലേയിലൊക്കെ അങ്ങനെ ഒരുപാട് ചാനലുണ്ടല്ലോ. നല്ല നല്ല കഥയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഫിലിം സിനിമ ഒന്നുമില്ല, നമ്മൾ എല്ലാം ചെയ്യുക. ഇപ്പോൾ ഷോർട്ട് ഫിലിമും ഇപ്പോൾ സീരിയലിൽ എക്സ്പെഷ്യൽ പറയാം, ഇപ്പൊ സീരിയലിലേക്ക് പോകുന്നവര് പിന്നെ സിനിമയിലേക്ക് മടങ്ങി വരാൻ പാടാണ്. അതെന്തുകൊണ്ടാണ്? അത് ഒന്നാമത്തെ മെയിൻ കാരണം, സീരിയലിന്റെ സ്കെഡ്യൂൾ അനുസരിച്ച് ഇപ്പൊ ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റത്തില്ല. സീരിയലിന് വരുന്നത് മാസത്തിൽ ഒരു 15 ദിവസമാണ് സ്കെഡ്യൂൾ വരുന്നത്. അപ്പൊ അതിനിടയിലായിരിക്കും സിനിമ വരുന്നത്. പിന്നെ സീരിയലിൽ ഒരു ഗെറ്റപ്പ്